ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നുസിഫ് ടെക്ലോഗ് ചാനൽ. നുസിഫ് ടെക്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എക്സ്റ്റൻഷൻ ബോർഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ബോർഡാണ്. ഇത് നമ്മളെ ഡ്യൂട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ കോലാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത്യാവശ്യം റഫ് യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ബോർഡ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതുപോലത്തെ എക്സ്റ്റൻഷൻ ബോർഡ് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങേണ്ടി വരുന്നുണ്ട്. കാരണം പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയി പോകുന്നുണ്ട് ഇത്തരത്തിലുള്ള എക്സ്റ്റൻഷൻ ബോർഡ്. ഇതിൻ്റെ അകത്ത് കത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി നിങ്ങളെ കാണിക്കാൻ പോണത് ഞങ്ങൾ പുതുതായിട്ട് ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ബൈ ചെയ്തതാണ്. ഇതിപ്പോൾ ഞങ്ങൾ സൈറ്റിൽ നിന്ന് ഈ ബോർഡ് നമ്മൾ ആദ്യം കാണിച്ച ബോർഡ് കംപ്ലൈൻ്റ് ആയപ്പോൾ ഒരു ബോർഡ് വാങ്ങിയതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മാർക്കറ്റിൽ പുതുതായി വന്നിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇത് വാങ്ങിയ സ്പോട്ടിൽ തന്നെ നമ്മൾ വാങ്ങി വരുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് തന്നെ എടുത്തു വെച്ചതാണ്. കാരണം ഇത് ഉപയോഗിച്ചതിന് ശേഷം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചതാണ്. ഈ ബോക്സിൻ്റെ പുറത്ത് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സോക്കറ്റിൻ്റെ ആ മെറ്റീരിയൽ എന്താണെന്നുള്ളത്. അപ്പോൾ സ്വിച്ചും അതിൻ്റെ പ്ലഗിൻ്റെ സോക്കറ്റുകളെല്ലാം വന്നിരിക്കുന്നത് ഫുൾ പ്ലാസ്റ്റിക്കിലല്ല, അത് പെട്ടെന്ന് കത്തിപ്പോകാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം കാണിച്ച സ്വിച്ച് ബോർഡിൽ ഉള്ളിൽ ഫുള്ളായിട്ട് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. അതിൻ്റെ സ്വിച്ചുകളും അതിൻ്റെ സോക്കറ്റുകളൊക്കെ ഫുൾ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇത് ലൈറ്റർ എന്ന ഒരു പേരിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് എവിടെയൊക്കെ കിട്ടുമെന്ന് നമുക്കറിയില്ല. അതായത് നമ്മളെ ഏരിയയിൽ മലപ്പുറം വളാഞ്ചേരി ഏരിയയിലൊക്കെ ഈ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രിക് ഷോപ്പിൽ നിങ്ങൾക്കൊന്ന് അന്വേഷിച്ച് നോക്കാം ഇത് ഈ പ്രൊഡക്റ്റ് അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ്. കാരണം ഇത് അത്യാവശ്യം ഒരു 1.5 മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും യൂസിങ് മാത്രമല്ല, നല്ല ഹെവി യൂസിങ് തന്നെ ഞങ്ങൾ ഇതുകൊണ്ട് ചെയ്യുന്നുണ്ട്. കാരണം വെൽഡിംഗ് സെറ്റ് അടക്കം ഞങ്ങൾ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് രാവിലെ മുതൽ ഓൺ ആക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെൽഡിംഗ് മെഷീൻ അടക്കം ഈ ഒരു സ്വിച്ച് ബോർഡിൽ ഓൺ ആയതുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹീറ്റോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഒരു യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ ബോക്സിനകത്തുള്ള പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത് വണ്ടിയിൽ വെച്ചിട്ട് തന്നെയാണ്. കാരണം സൈറ്റിൽ നിന്ന് നമ്മളെ പഴയ ബോക്സ് കംപ്ലൈൻ്റ് ആയപ്പോൾ പുതുതായിട്ട് വാങ്ങി വരുന്ന വഴിയാണ്. അപ്പോൾ ഇതിൽ ഈ ബോർഡിൽ വരുന്നത് 2 സ്വിച്ചും 2 പ്ലഗ് പോയിൻ്റാണ് വരുന്നത്. അതും വെറും സാധാ പ്ലഗ് പോയിൻ്റ് അല്ല, അതായത് പലതരത്തിലുള്ള പ്ലഗുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന, ഹെവി പ്ലഗുകളടക്കം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോക്കറ്റാണ് വരുന്നത്. എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പ് തന്നെ കേട്ടോ. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ഉണ്ട്, നല്ലൊരു ക്വാളിറ്റി ബിൽഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ അത്യാവശ്യം വയർ ഉണ്ടെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇതിൻ്റെ കൂടെ എത്ര വയറേ ഉണ്ടാവുള്ളൂ. കാരണം ഒരു 2 mm വയറാണെന്ന് തോന്നുന്നു കൂടെ ഉള്ളത്. അതിൽ എർത്തടക്കം കണക്ഷൻ അടക്കം വന്ന് കിടക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ജോയിൻ്റ് ചെയ്ത് നമുക്ക് എത്ര വയർ ആവശ്യമുണ്ടോ ആ വയർ ഇതിൽ നിന്ന് ജോയിൻ്റ് ചെയ്താൽ മതി. വയറിൻ്റെ ഈ തലപ്പത്ത് കാണുന്ന ഈ കണക്റ്റിംഗ് സോക്കറ്റ് ഒരു ഹെവി കണക്ടറാണ്, ഒരു ലോക്കൽ ഐറ്റം ഒന്നല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ള ഒരു കണക്ടറാണിത്. ഇവിടെ നിന്നാണ് നമുക്ക് എക്സ്ട്രാ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുന്ന വയർ ഒരിക്കലും നനവുള്ള ഭാഗത്തോ ഒരു വെള്ളത്തിലൊന്നും വീഴാതെ ശ്രദ്ധിക്കണം. അതായത് കണക്ടറുള്ള ഒരു ഏരിയ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പഴയ എക്സ്റ്റൻഷൻ ബോർഡാണ്. ഇതിൽ നിന്ന് വയറൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വാങ്ങിയ എക്സ്റ്റൻഷൻ ബോർഡിലോട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എക്സ്ട്രാ കണക്ട് ചെയ്യുന്ന വയർ ഒരു 1.5 mm കൂടുതലുള്ള വയറുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിലും കുറവുള്ള വയറുകൾ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹെവി യൂസിനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ ബോർഡിന് പ്രശ്നമൊന്നും വരില്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വയറ് ചിലപ്പം നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 1.5 mm കൂടുതലുള്ള വയറുകൾ നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ MRP എന്ന് പറയുന്നത് 629 രൂപയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു ഷോപ്പ് ആയതുകൊണ്ട് ഒരു ഹോൾസെയിൽ റേറ്റിന് തന്നെ അവർ നമുക്ക് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. 460 രൂപ പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോസുമായി. ഇതുവരെയൊക്കെ നുസിഫ് ടെക്ലോഗ് സൈനിങ് ഓഫ്.